സ്റ്റഡീസിലെ മൊഡ്യൂൾ 3 ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ മലയാളം ഫിലിംസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഫിലിംസ് എന്നുള്ളൊരു കേരളത്തിൻ്റെ റിച്ച് കൾച്ചറാണ് മലയാളം ഫിലിംസ് എന്ന് പറയുന്നത്. സോ ഫ്രം ദി ഇനിഷ്യൽ സ്റ്റേജ് ഇറ്റ് സെൽഫ് മലയാളം മൂവീസ് എന്ന് പറയുന്ന സോഷ്യൽ തീംസിന്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ തീംസ്, നമ്മുടെ സൊസൈറ്റിയുടെ സെറ്റിങ്സ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ മലയാളം മൂവീസ് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പോവേർട്ടി, പിന്നെ ഈ അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇന്ത്യൻ ഫിലിംസ് സാധാരണ തുടങ്ങുന്ന സമയത്ത്, അതായത് ഒറിജിൻ്റെ സമയത്തൊക്കെ മിത്തോളജിക്കൽ ടെയിൽസ് ഒക്കെ ആയിരുന്നു, അല്ലെ, രാമായണ മഹാഭാരത സ്റ്റോറീസ് ആണെങ്കിൽ മലയാളം ഇൻഡസ്ട്രി വാസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് എങ്ങനെയായിരുന്നു, സോഷ്യൽ തീംസിനും സെറ്റിങ്സിനുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സിനിമ ഹാൾ ഓപ്പൺ ചെയ്തത് തൃശ്ശൂരിൽ KW ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഫസ്റ്റ് മലയാളം ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് വിഗതകുമാരൻ ബൈ JC ഡാനിയൽ. അങ്ങനെയായിരുന്നു നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ തുടക്കം എന്ന് പറയുന്നത്. മലയാള ഫിലിം ഇൻഡസ്ട്രിയെ നമ്മൾ പോപ്പുലർലി വിളിക്കുന്ന പേരാണ് മോളിവുഡ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ വിഗതകുമാരൻ ഒരു സൈലന്റ് ഫിലിം ആയിരുന്നു. ട്രിവാൻഡ്രത്ത് 23 ഒക്ടോബർ 1930 ഇത് ഇറക്കിയത്. അപ്പോൾ JC ഡാനിയൽ തന്നെയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടറൊക്കെ എന്ത് ചെയ്തത്, പിന്നെ പ്ലേ ചെയ്തത്. ആൻഡ് ഓൾസോ ഹീ ഈസ് കൺസിഡർഡ് എസ് ദി ഫാദർ ഓഫ് മലയാളം സിനിമ. ആൻഡ് ഈ സിനിമയുടെ കോപ്പീസ് ഒന്നും ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി ഇതിനെ പ്രിസർവ് ചെയ്യാനും പറ്റിയിട്ടില്ല. 2013 ഡയറക്ടർ കമൽ എന്ത് ചെയ്തു, JC ഡാനിയലിനെ വെച്ചിട്ട്, പൃഥ്വിരാജിനെ വെച്ചിട്ടൊരു ബയോപിക് ക്രിയേറ്റ് ചെയ്തു. ബയോപിക് എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിനെ ആസ്പദമാക്കി ഒരു സിനിമ എടുക്കുമ്പോഴാണ് ബയോപിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് സെല്ലുലോയിഡ്, അത് മറന്നു പോകരുത്. പിന്നെ ഫസ്റ്റ് ടോക്കി ഫിലിം എന്ന് പറയുന്നത് ബാലനാണ്. അത് പിന്നെ 1938 ഇത് എന്ത് ചെയ്തത്, റിലീസ് ചെയ്തത്. ഓക്കെ. പിന്നെ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ഫിലിം ഇൻ മലയാളം, അതായത് നമ്മുടെ ബാലൻ എന്നുള്ള സിനിമ എടുത്ത ആളുടെ രണ്ടാമത്തെ സിനിമയാണ് ജ്ഞാനാംബിക 1940. ആൻഡ് 1940s ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ബ്രില്യൻറ്റ് ഫിലിം മേക്കേഴ്സ് വരാൻ തുടങ്ങി. ഈ ടൈമിൽ മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ചെന്നൈയിലോട്ട് മാറ്റി. അപ്പോൾ മലയാളി വെൽക്കംസ് തമിഴ് ആൻഡ് ഹിന്ദി മൂവീസും ഒക്കെ വെൽക്കം ചെയ്യുന്ന ആളുകളായതുകൊണ്ട്, മലയാളി ഓഡിയൻസ് വെൽക്കം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ചെന്നൈയിലോട്ടും എന്ത് ചെയ്തു, ഔട്ട്ഡോർ ഷോട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ന്യൂ ഫിലിംസ്, എക്സ്പെരിമെൻറ്റേഷൻ ആയിരുന്നു മലയാളം ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മറ്റേ സ്റ്റുഡിയോ ഔട്ട്സൈഡ് ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് നീലക്കുയിലാണ്, P. ഭാസ്കരൻ്റെയും രാമു കാര്യാട്ടിൻ്റെയും. അതിനകത്ത് ഒറിജിനൽ മലയാളം ട്യൂൺസും സോങ്സും എല്ലാം ഫോക്ക് മ്യൂസിക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 1950s 70s ഒക്കെ ആയപ്പോഴത്തേക്കും നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അറ്റൻഷൻ മലയാളം മൂവീസിന് കിട്ടാൻ തുടങ്ങി. ഫസ്റ്റ് അങ്ങനെ കിട്ടിയ ഒരു പടമാണ് ന്യൂസ് പേപ്പർ ബോയ് P. രാംദാസിൻ്റെ. പിന്നെ കണ്ടം ബെച്ചക്കോട്ട് 1961 TR സുന്ദരത്തിൻ്റെ. ചെമ്മീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രാമു കാര്യാട്ടിൻ്റെ ചെമ്മീൻ 1965 ഇറങ്ങിയത്. പിന്നെ 1968 കലാനിലയം കൃഷ്ണകുമാർ ഇറക്കിയ ഇന്ദുലേഖ. അതുപോലെ തന്നെ കുടുംബം എന്നുള്ളൊരു മൂവി M. കൃഷ്ണൻ നായരുടെ 1967. കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ഫസ്റ്റ് കളർ ഫിലിം എന്ന് പറയുന്നത്, മറന്നു പോകരുത്. പിന്നെ മലയാളം സിനിമയിലെ ന്യൂ വേവ് എന്ന് വെച്ചാൽ മലയാളം പാരലൽ സിനിമ പോലെ ഇറങ്ങിയിരുന്നു. അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫസ്റ്റ് ഫീച്ചർ ഫിലിം സ്വയംവരത്തോടു കൂടിയായിരുന്നു. മലയാളം സിനിമയിൽ ന്യൂ വേവ് ഇറങ്ങിയിരുന്നത് വെച്ചാൽ ഒരു പാരലൽ സിനിമ പോലെ, മലയാളം പാരലൽ ഫിലിം എന്ന് പറഞ്ഞു. അപ്പോൾ എലോങ് വിത്ത് പാരലൽ സിനിമ കൊമേഴ്ഷ്യൽ ഫിലിംസും അങ്ങനത്തുള്ള ഫിലിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സ്റ്റണ്ണിങ് ഡയലോഗ്സും റിയലിസ്റ്റിക് തീംസൊക്കെ ആയിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഡയറക്ടേഴ്സായിട്ട് KG ജോർജും പത്മരാജനും ഭരതനും ഒക്കെ പുതിയ രീതിയിൽ ഇന്നോവേറ്റീവ് വേസിൽ ഫിലിംസ് എടുക്കാൻ തുടങ്ങി. ഗോൾഡൻ ഏജ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 1980s തൊട്ട് 1990s വരെയുള്ള കാലഘട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും സിനിമയുടെ കാര്യത്തിലും സിനിമാറ്റോഗ്രഫിയുടെ കാര്യത്തിലും സ്റ്റോറിയുടെ കാര്യത്തിലും എല്ലാം വളരെ എക്സൽ ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. മോഹൻലാൽ, മമ്മൂട്ടി, ശോഭന, ശ്രീവിദ്യ, ഉർവശി, KPS ലളിത, മനോജ് K. ജയൻ, മുകേഷ്, ജയറാം ഇവരൊക്കെ ഡോമിനേറ്റ് ചെയ്തിരുന്ന പീരീഡ്. അതുപോലെ തന്നെ 1981 ഇറങ്ങിയ എലിപ്പത്തായം, 1990 ഇറങ്ങിയ പെരുന്തച്ചൻ, തിലകൻ്റെ പെരുന്തച്ചൻ, തൂവാനത്തുമ്പികൾ 1987, മതിലുകൾ മമ്മൂട്ടിയുടെ 1990, അത് ബഷീറിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ, മറന്നു പോകരുത്. വൈശാലി 1988, മമ്മൂട്ടിയുടെ തന്നെ അമരം, അത് 1991. ഇതൊക്കെ ആ ഗോൾഡൻ ഏജിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. പിന്നീട് ടെക്നോളജിയും ഫിലിം മേക്കിങ്ങും ഒക്കെ വന്നപ്പോഴത്തേക്കും ന്യൂ ജനറേഷൻ ഫിലിംസ് ഒക്കെ ഡെവലപ്പായി 2010 ഓൺവേർഡ്സ്. അതായത് റെയർ ആയിട്ടുള്ള തീംസും യുണീക്ക് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2011 ഇറങ്ങിയ പ്രണയം, പിന്നെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്, ട്രാഫിക്, അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, 22 ഫീമെയിൽ കോട്ടയം, മെമ്മറീസ്, പിക്കറ്റ് 43, ഒപ്പം, ഉദാഹരണം, സുജാത പോലുള്ള മൂവീസൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഓക്കെ,
പാൻഡമിക് ഇറയിൽ, നമ്മുടെ കോവിഡ് ഇറയിലും പുതിയ ഡിമെൻഷൻസ് ഫിലിംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഒരുപാട് ഇപ്പോഴത്തെ പ്രത്യേകത എന്താണ്, OTT പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സോണി ലൈവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മലയാളം മൂവീസിന് ഒരുപാട് വൈഡായിട്ട് റീച്ച് ഓഡിയൻസ് കിട്ടി. ഓക്കെ, എനിക്ക് തോന്നുന്നു റൊമാൻറ്റിക് ഡ്രാമയായിട്ട് സൂഫി സുജാതയാണ് ഫസ്റ്റ് ടു ബി റിലീസ്ഡ് ഇൻ ദി ആമസോൺ പ്രൈം വീഡിയോ പ്ലാറ്റ്ഫോം 2020 ഇറങ്ങിയ. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് സ്റ്റുഡിയോസും അല്ലാതുള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഉദയ സ്റ്റുഡിയോസ് ആണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫിലിം സ്റ്റുഡിയോസ് ഇൻ മലയാളം സിനിമ. അതായത് നമ്മുടെ ഉദയ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ. അവരുടെ ആ ഒരു ഫാമിലി സ്റ്റുഡിയോ ആണത്. അത് 1947 ഡയറക്ടർ കുഞ്ചാക്കോ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിനകത്ത് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫിലിം എന്ന് പറയുന്ന വെള്ളി നക്ഷത്രം എന്നും പറഞ്ഞ് 1949 ഒരു പടം ഇറങ്ങിയായിരുന്നു. അതായിരുന്നു K&K കമ്പൈൻസ് എന്നും പറഞ്ഞ് അവരായിരുന്നു, അതിൻ്റെ ബാനറിലായിരുന്നു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഉണ്ണിയാർച്ച, ആരോമൽ ഉണ്ണി, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉദയ സ്റ്റുഡിയോസ് എന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അത് ഓൺ ചെയ്യുന്നത് മലയാളം ആക്ടർ കുഞ്ചാക്കോ ബോബനാണ്. പിന്നെ പ്രസിഡന്റിന്റെ ഗോൾഡ് ആൻഡ് സിൽവർ മെഡൽ കിട്ടിയ ഫിലിംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചെമ്മീൻ ബൈ രാമു കാര്യാട്ടിന് പ്രസിഡന്റ് ഗോൾഡ് മെഡൽ കിട്ടി. അത് ആരുടെ, ഫിഷർമെൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് അത് പറയുന്നത്. പിന്നെ നീലക്കുയിലിന് KT പരീക്കുട്ടിയുടെ നീലക്കുയിലിന് പ്രസിഡന്റിന്റെ സിൽവർ മെഡലും കിട്ടി. അത് ഉറൂബിൻ്റെയാണ് കേട്ടോ സ്റ്റോറി. നീലക്കുയിലിൻ്റെ ഉറൂബ് എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെയാണ് നീലക്കുയിൽ എന്നുള്ള സ്റ്റോറി. അൺടച്ചബിലിറ്റിയെ കുറിച്ചാണിത് പറയുന്നത്. പിന്നെ ന്യൂസ് പേപ്പർ ബോയ് എന്നുള്ളൊരു ഫിലിമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം അത് P. രാംദാസിൻ്റെ ഫിലിമാണ്. അതിനകത്ത് ഫുൾ അമച്വർ അല്ലെങ്കിൽ ന്യൂ ഫേസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ന്യൂ ഫേസസ് ആയിരുന്നു. അപ്പോൾ അത് ഈ ഇറ്റാലിയൻ നിയോ റിയലിസത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയുന്നത്. അപ്പുവിൻ്റെ ലൈഫും അയാളുടെ പോവർട്ടി സ്ട്രിക്കൺ ഫാമിലിയുമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് 3D ഫിലിം മറന്നു പോകരുത്, മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്, മൈ ഡിയർ ലിറ്റിൽ ഗോബ്ലിൻ. കുട്ടിച്ചാത്തൻ്റെ ഇംഗ്ലീഷ് ഗോബ്ലിൻ. 1984 ഒരു പടമാണ്. ജിജോ പുന്നൂസാണ് ഡയറക്റ്റ് ചെയ്തത്. ഹിന്ദിയിൽ ചോട്ടാ ചേട്ടൻ എന്നും പറഞ്ഞും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, റീമേക്ക് ചെയ്തിട്ടുണ്ട് 1998. പിന്നെ കുട്ടിച്ചാത്തനായിട്ട് MP രാമനാഥ് ആയിരുന്നു. കൊട്ടാരക്കര ശ്രീധരൻ നായരും ഒക്കെ ഒരു ക്രൂവൽ മജീഷ്യനായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സോണിയ എന്നുള്ള ആ കുട്ടികളുടെ ക്യാരക്ടേഴ്സ് അഭിനയിച്ചത് സോണിയ, മാസ്റ്റർ സുരേഷ്, മാസ്റ്റർ അരവിന്ദ്, പിന്നെ മാസ്റ്റർ മുകേഷ്, ഇവരൊക്കെയായിരുന്നു. ജഗതി ശ്രീകുമാറും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കലാഭവമണിയൊക്കെ ഉണ്ടായിരുന്നു. നെടുമുടി വേണുവായിരുന്നു ഇൻവിസിബിൾ കുട്ടിച്ചാത്തനായിട്ട് ഇതിനകത്ത് സൗണ്ട് കൊടുത്ത് അഭിനയിച്ചത് കേട്ടോ. വോയിസ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്വയംവരത്തിൻ്റെ 1972 അടൂർ ഗോപാലകൃഷ്ണൻ്റെ മൂവിയാണ്. അതായത് ഒരു സ്ത്രീ ഹസ്ബൻഡിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റിനെയാണ് സ്വയംവരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ന്യൂ വേവ് സിനിമയുടെ തുടക്കത്തിൽ വന്നൊരു സിനിമയായിരുന്നു. അൺയൂഷ്വൽ ആയിട്ടുള്ള നറേറ്റീവ് ടെക്നിക്കായിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ശാരദ, പിന്നെ അടൂർ ഭവാനി, തിക്കുറിശി ഉണ്ടായിരുന്നു, മധു, ഇത്രയും പേരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ 2 വിമൻ ഡയറക്ടേഴ്സ് ഇൻ മലയാളം ഫിലിം നോക്കുവാണെങ്കിൽ ഗീതു മോഹൻദാസിൻ്റെ കാര്യവും അതുപോലെ തന്നെ അഞ്ജലി മേനോനും. അഞ്ജലി മേനോൻ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, പിന്നെ ഗീതു മോഹൻദാസിൻ്റെ മൂത്തോൻ എന്നുള്ള ഫിലിം നിങ്ങൾക്കറിയാം. പിന്നെ ഇപ്പോൾ ദാണ്ട യഷിനെ വെച്ചെടുക്കുന്ന ടോക്സിക് എന്നുള്ള ഫിലിം, അത് മലയാളത്തിലല്ല കന്നഡയിലാണ്. പിന്നെ അഞ്ജലി മേനോൻ്റെയാണ് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ വരുന്നത് കേട്ടോ. മഞ്ചാടി കുരു, അതൊക്കെ അഞ്ജലി മേനോൻ്റെ ഫിലിംസാണ്. പിന്നെ ഫിലിം സ്റ്റുഡിയോസിൻ്റെ കാര്യം ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന കുഞ്ഞു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചെമ്മീനെ കുറിച്ച് ചോദിക്കാം. ചെമ്മീൻ രാമു കാര്യാട്ടിൻ്റെ ഫിലിമാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഗോൾഡൻ മെഡൽ കിട്ടിയ ഫസ്റ്റ് മലയാളം സിനിമയാണ്. തകഴിയുടെ നോവലിനെ ബേസ് ചെയ്തിട്ടാണിത്. ഇതിനകത്ത് വെച്ച് ഒരുപാട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഒക്കെ, അതായത് ഒരുപാട് ഇന്ത്യൻ ആൻഡ് ഫോറിൻ ലാംഗ്വേജസിലോട്ട് ഈ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് ഒരുപാട് റൈറ്റേഴ്സ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ പെണ്ണുങ്ങളുടെ ചേസ്റ്റിറ്റി എന്ന് പറയുന്നത് അവരെന്താണ് ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കണം ടുവേർഡ്സ് ഹർ ഹസ്ബൻഡ്, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയ ആളുകളെ കടൽ വിഴുങ്ങും, കടലമ്മ കൊണ്ടുപോകും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് പോകുന്നത്. ഓക്കെ, പിന്നെ കാസ്റ്റ് ഇഷ്യൂസിൻ്റെ കാര്യവും വെൽത്തിൻ്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. ഗ്രീഡിനെസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ഷീല, മധു, സത്യനൊക്കെയാണ് അഭിനയിക്കുന്നത്. ഷീലയുടെ ക്യാരക്ടറിൻ്റെ പേര് കറുത്തമ്മ, മധു പരീക്കുട്ടിയും സത്യൻ പളനിയും എന്നുള്ളൊരു ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. ലവ് അഫെയർ ബിറ്റ്വീൻ കറുത്തമ്മയും പരിക്കുട്ടിയാണ് ഇതിനകത്ത് ഹാപ്പൻ ചെയ്യുന്നത്. കറുത്തമ്മ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഫിഷർമാൻ്റെ മോളാണ്. ഷീ ഫോൾസ് ഇൻ ലവ് വിത്ത് മധു എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഫിഷ് ട്രേഡറാണ് പരിക്കുട്ടി. അവസാനം ഒരു പിരിയുവാണ്. എന്നിട്ട് കറുത്തമ്മയെ എന്ത് ചെയ്യുകയാണ്, പളനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. പളനി അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പളനി മറ്റേ തിമിംഗലത്തിനെ പിടിക്കാൻ പോകുന്ന വഴി മരിക്കുന്നു. പിന്നെ കറുത്തമ്മയും പരിക്കുട്ടിയും കൂടി സൂയിസൈഡ് ചെയ്യുന്നു.
ഓക്കെ, അടുത്ത ഒരു മൂവി എന്ന് പറയുന്നത് എലിപ്പത്തായമാണ്. ഈ ചെമ്മീനും എലിപ്പത്തായവും മറന്നു പോകരുത്. എലിപ്പത്തായം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ 1981 മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ തേർഡ് ഫിലിമായിരുന്നു. ഫസ്റ്റ് കളർ ഫിലിം മെയ്ഡ് ബൈ അടൂർ ഗോപാലകൃഷ്ണനാണ് എലിപ്പത്തായം എന്ന് പറയുന്നത്. അത് ഫ്യൂഡലിസത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ നായർ ഫാമിലിയിലുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫിലിം 1892 ഇത് കിട്ടി. ലണ്ടൻ ഫിലിം ഫെസ്റ്റിലൊക്കെ ഇത് സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്ന ഉണ്ണിയാണ്, ഒരു മിഡിൽ ഏജ്ഡ് മാൻ. അദ്ദേഹം ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഇങ്ങനെ ട്രാപ്പായി കിടക്കുവാണ്. അദ്ദേഹം ഹെൽപ്ലെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ആൻഡ് ഉണ്ണി ഒരു പേട്രിയാർക്കാണ്, അതായത് പക്ഷേ മസ്കുലൈൻ പവറൊന്നും ഉണ്ണിക്കില്ല. അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ വായിക്കുക, ബോഡിയിൽ ഓയിൽ തേച്ച് നടക്കുക. അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സാണ് അയാളുടെ കാര്യമെല്ലാം നോക്കുന്നത്. ആൻഡ് ഹി ടേൺസ് ഡൗൺ ഓൾ ദ മാരേജ് പ്രപ്പോസൽസ്. അതായത് പെങ്ങന്മാർക്ക് വരുന്ന മാരേജ് പ്രപ്പോസൽസ് എല്ലാം ഇയാൾ റിജക്റ്റ് ചെയ്ത് വിടുവാണ്. ആൻഡ് പിന്നീട് സിസ്റ്റേഴ്സും ഇയാളും കൂടെ ഡാർക്ക്നെസ്സിൽ അവിടെ താമസിക്കുന്ന പോലെ ഒരു മൂവിയാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമ എന്നുള്ള ആ ഒരു പോർഷൻ. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ 50s ഇന്ത്യൻ പാരലൽ സിനിമ ആൻഡ് കണ്ടംപററി ഇന്ത്യൻ സിനിമയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ സൈലന്റ് ഇറക്കിയ ശേഷം, അതായത് ഏജ് ഓഫ് സൗണ്ട് സിനിമ വന്നു അല്ലേ. സൈലന്റ് ഫിലിംസിന് ശേഷം സൗണ്ട് ഫിലിംസ് ആണ് വന്നത്. അപ്പോൾ 1931 14th മാർച്ചിൽ ഒരു കോസ്റ്റ്യൂം ഫാൻറ്റസി ഡ്രാമ വന്നു. അതാണ് അലം ആര, ഓർണമെന്റ് ഓഫ് ദി വേൾഡ്. അതാണ് ഫസ്റ്റ് ടോക്കി ഓർ സൗണ്ട് ഫിലിം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ പോസ്റ്ററിനകത്ത് ഉണ്ടായിരുന്ന ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഓൾ ടോക്കിംഗ് സിംഗിങ് ആൻഡ് ഡാൻസിങ് എന്നായിരുന്നു ആ പോസ്റ്ററിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നത്. 1940s and 50s ഒക്കെ ആയപ്പോഴത്തേക്കും പേട്രിയോട്ടിക് ഫിലിംസ് ഒക്കെ വരാൻ തുടങ്ങി എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ്. കാരണം ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ടൈം പീരീഡ് ആയതുകൊണ്ട് എന്തുപറ്റി, പേട്രിയോട്ടിക് ഫിലിംസ് ഒക്കെ വന്നു. ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചൊക്കെ സിനിമകൾ വരാൻ തുടങ്ങി. ആൻഡ് അതിനെയാണ് പിന്നെ ആ 40s തൊട്ട് ഏർലി 60s വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ടാലൻറ്റഡ് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ റൊമാൻസ്, ഡ്രാമ, ആക്ഷൻ ഇങ്ങനെയുള്ള തീംസ് ഒക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഡക്കോയിറ്റ് ഓർ ബണ്ടിറ്റ് ഫിലിംസ് ഒക്കെ വരാൻ തുടങ്ങി 60s and 80s ആയപ്പോൾ. ഷോലെ, പിന്നെന്താണ് ഗംഗാ ജമുന, ഇങ്ങനെയുള്ള മൂവീസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചും കൂടി ഫേമസ് ആവാൻ തുടങ്ങി. ക്രിമിനൽസിൻ്റെ സ്റ്റോറീസ്, പവർഫുൾ ഹീറോസ്, ബ്യൂട്ടിഫുൾ ഹീറോയിൻസ് ഇതൊക്കെ വന്നു. 1950s ആയപ്പോൾ പാരലൽ സിനിമ അല്ലെങ്കിൽ ന്യൂ ഇന്ത്യൻ സിനിമ വന്നു. വെസ്റ്റ് ബംഗാളിലായിരുന്നു ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ബംഗാളി ഫിലിം മേക്കേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഈ യൂഷ്വൽ ബോളിവുഡ് ഫിലിംസിൽ നിന്ന് സംതിങ് ഡിഫറൻറ്റ് ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ശ്യാം ബെനഗലാണ് പൈനിയർ ഓഫ് പാരലൽ സിനിമ എന്നറിയപ്പെടുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റിയലിസ്റ്റിക് തീംസ് ആയിരിക്കും. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കോണ്ടന്റ് ഒന്നും ആയിരിക്കത്തില്ല. ഗ്ലാമറസ് ആയിട്ടുള്ള എലമെൻ്റ് ഒന്നും ഇല്ല. ഇറ്റാലിയൻ നിയോ റിയലിസമാണ് ഇന്ത്യൻ പാരലൽ സിനിമയെ ഇൻസ്പയർ ചെയ്തത്. എൻ്റർടൈൻമെൻറ്റ് സോങ്സും ഡാൻസും ഒന്നും കാണത്തില്ല. ഒരു സഫറിങ്സിൻ്റെ മൊത്തം ഫുൾ സഫറിങ്സും കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ട് ലൈഫിനെ പോർട്രേ ചെയ്യുക, ഇതായിരുന്നു. രാജ് കപൂർ, ഗുരുദത്ത്, ബിമൽ റോയ് ഇവരൊക്കെയായിരുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ഡെഫിനറ്റ് സ്ട്രക്ചർ കൊടുത്തത്. ഫാൻറ്റസി അല്ലെങ്കിൽ മിത്തോളജിക്കൽ തീംസ് ആയിരുന്നില്ല. റിയലിസ്റ്റിക് സ്റ്റോറീസും കാസ്റ്റ് ഡിഫറൻസ്, ചൈൽഡ് അബ്യൂസ്, വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, പോവേർട്ടി, മോഡേൺ ഇന്ത്യ, സ്ത്രീകളുടെ സ്റ്റേറ്റസ്, സാക്രിഫൈസ്, മദർലാൻഡ് ഇതൊക്കെയായിരുന്നു വന്നിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സത്യജിത് റേയുടെ അപ്പു ട്രിലജി ഉണ്ട്. പതേർ പാഞ്ചാലി, അപരാജിതോ, ദ വേൾഡ് ഓഫ് അപ്പു. അതൊക്കെ സത്യജിത് റേയുടെ 3 ട്രിലജിയാണെന്ന് വെച്ചാൽ 3 പാർട്ട് മൂവീസാണ്. പതേർ പാഞ്ചാലി, അപരിചിതോ എന്ന് പറഞ്ഞ 2 ബംഗാളി നോവൽസ്, വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ 2 ബംഗാളി നോവൽസിനെ ബേസ് ചെയ്തിട്ടാണ് പതേർ പാഞ്ചാലി, അപരാജിതവും ഇറക്കിയത് കേട്ടോ. പിന്നെ ഷൂ സ്ട്രിങ് ബഡ്ജറ്റ്, അതായത് ആരും പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് സത്യജിത് റോയ് തന്നെയാണ് ഇത് ചെയ്തത്. 1960s ഒക്കെ ആയപ്പോഴത്തേക്കും എന്താണ് പിന്നെ വേറെ പുതിയ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ വരാൻ തുടങ്ങി. അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, ശ്രീവിദ്യ, ഐശ്വര്യ റോയ്, കരീന കപൂർ, പ്രിയങ്ക ചോപ്ര ഒക്കെ വരാൻ തുടങ്ങി. ആൻഡ് ഹിന്ദി, ബംഗാളി, കന്നഡ, തെലുഗു, തമിഴ് ആൻഡ് മലയാളം ഈ ഫിലിം ഇൻഡസ്ട്രീസ് ഒക്കെ പിന്നീട് ഫ്ലറിഷ് ആവാൻ തുടങ്ങി. ഓക്കെ, ഫസ്റ്റ് കളർ മൂവി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പറയുന്നതാണ് നമ്മുടെ കിസാൻ കന്യ എന്നുള്ള മൂവി കേട്ടോ. മലയാളത്തിൽ കണ്ടം വെച്ച കൂട്ട്. പിന്നെ 3D ഫിലിം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. പിന്നെ അപ്പു ട്രിലജി ഏതൊക്കെ 3 ഫിലിംസ് ആണെന്ന് ചോദിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. പിന്നെ ഫസ്റ്റ് ഇന്ത്യൻ ഡോക്യുമെൻ്ററി ടു വിൻ ആൻ ഓസ്കർ എന്ന് പറയുന്നത് എലിഫൻറ്റ് വിസ്പറേഴ്സ് ആണ് കേട്ടോ. അത് നെറ്റ്ഫ്ലിക്സിൽ റിലീസാക്കിയത്. പിന്നെ സത്യജിത് റേയുടെ ഫസ്റ്റ് ഫിലിമാണ് പതേർ പാഞ്ചാലി.
പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ചോദിക്കുക, അപ്പു ട്രിലജിയെക്കുറിച്ച് ചോദിക്കുക. അപ്പു ട്രിലജി ഞാൻ പറഞ്ഞല്ലോ 3 ഫിലിംസ് ബൈ സത്യജിത് റേ. അത് പിന്നെ 3 ഫിലിംസ് സത്യജിത് റേ തന്നെയാണ് എന്ത് ചെയ്തത്, ഡയറക്റ്റ് ചെയ്തത്. സഫറിങ്സ് ഓഫ് മാൻ ആണ് കാണിക്കുന്നത്. രവിശങ്കർ ആണ് ഇതിൻ്റെ ഫിലിംസ് മ്യൂസിക് കമ്പോസ് ചെയ്തത്. പിന്നെ പതേർ പാഞ്ചാലി അപരാജിതവും ബംഗാളി നോവലിസ്റ്റ് ആയിട്ടുള്ള വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ നോവൽസിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ വേറെ ഇൻവെസ്റ്റേഴ്സും ഫണ്ടിങ്ങിനൊന്നും ആരും ഇല്ലായിരുന്നു. ഭയങ്കര ബഡ്ജറ്റിലാണ്, അതായത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് ഇദ്ദേഹം ഇത് ഷോട്ട് ചെയ്തത്. പിന്നെ ബ്രാഹ്മൺ ഫാമിലിയിലുള്ള പതേർ പഞ്ചാലിക്കകത്ത് സത്യജിത് റായ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്രാഹ്മൺ ഫാമിലിയിലെ ഒപ്രസ് ലൈഫിനെ കുറിച്ച് കാണിക്കുന്നു. അപരാജിതോയ്ക്കകത്ത് അപ്പുവിൻ്റെ ക്വസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ആണ്, അമ്മയുടെ ആ ഒരു പൊസസീവ് കെയറും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ വേൾഡ് ഓഫ് അപ്പുവിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോവർട്ടി സ്ട്രിക്കൺ സൊസൈറ്റിയിൽ അപ്പു എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ ഒരു ഫൈറ്റ് എങ്ങനെയാണ്, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്.